ഇന്ന് ഈ ഫോൺ എന്താ? ടച്ച് ഫോൺ. ഈ ഫോൺ എന്താ? ചെറിയ ഫോൺ എന്നല്ലേ നമ്മൾ പറയാം. പിന്നെ പണ്ടൊരു ഫോൺ ഉണ്ടായിരുന്നു, നമ്മൾ കൈക്കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് കേട്ടായിരുന്ന ഒരു ഫോണില്ലേ, അത് നമ്മൾ എല്ലാ വീടുകളിലും വരുന്നതിൻ്റെ മുന്നേ നമുക്ക് പള്ളികളിൽ, അതുമാതിരി തന്നെ വല്ല ഓഫീസുകളിൽ, പഞ്ചായത്തിലൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് അങ്ങനത്തെ ഫോൺ ഉണ്ടായിരുന്നത്. എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഫോൺ വിളിക്കണമെങ്കിൽ പഞ്ചായത്തിലേക്ക് പോകണം. അങ്ങനെ അത്രയും വഴി ദൂരം പോയിട്ട്, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വഴി പോകണം നിങ്ങൾക്ക്, എന്നാലാണ് ഈ പഞ്ചായത്തിലേക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പള്ളിയിലേക്ക് വന്നു ആ ഫോൺ വന്നപ്പോൾ, പണ്ടത്തെ ഫോണിൻ്റെ കാര്യം പറയണ കേട്ടോ, ഫോൺ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേശ്ശെ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഫോൺ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫോൺ മേടിക്കാൻ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്തു, ഫോൺ വാങ്ങിക്കണം എന്ന് ചർച്ച ചെയ്തപ്പോൾ എൻ്റെ ആങ്ങള പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ നമ്മൾ ആ ഫോൺ വാങ്ങിക്കണില്ല, നമ്മുടെ കയ്യിലേക്കുള്ള ഫോൺ എന്നുണ്ടാവുന്നു അന്ന് നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിരങ്ങിയിട്ട് വേണം ഈ ഫോൺ എടുക്കാൻ പോകാൻ. അപ്പോൾ ആ ബെല്ലടിക്കുമ്പോൾ നമുക്ക് പോയി എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ വീട്ടിൽ ആങ്ങളെയും നാത്തൂനും പിള്ളേരൊക്കെ പോകണ കാരണം, ജോലിക്കും പഠിക്കാനൊക്കെ പോകുന്ന കാരണം എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആങ്ങളെ അങ്ങനെ ഒരു കാര്യം വേണം. അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ മൊബൈൽ വന്നപ്പോൾ എനിക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു ഫോൺ വാങ്ങിച്ചു. അത് എൻ്റെ കയ്യിലാണ് ആ ഫോൺ ഉണ്ടായിരുന്നത്. ആ ഫോണ് എൻ്റെ കയ്യിൽ വെച്ചാൽ അപ്പോൾ എല്ലാവരെയും വിളിക്കാനും പറയാനും, അപ്പോൾ നമ്മൾ പോകുന്നിടത്തേക്കൊക്കെ ഈ ഫോൺ എൻ്റെ കയ്യിൽ എപ്പോഴും 24 മണിക്കൂറും എൻ്റെ കിടക്കുന്ന സമയത്ത് തലനാടോടെ ഉണ്ടായിരിക്കും ഈ ഫോൺ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഫോൺ ആയി കാരണം നമുക്ക് സൗകര്യമായി, എല്ലാവർക്കും എപ്പോൾ വിളിക്കുകയാലും നമുക്ക് എടുക്കാനും, നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാർക്ക് പോയി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് കാരണം നല്ലൊരു ഉപകാരമായിരുന്നു ഈ ഫോൺ. അപ്പോൾ അങ്ങനെ ഫോൺ ഇരിക്കുന്ന ഒരു കാലത്താണ് കൊറോണ വന്ന് പെട്ടത്. ഈ ചെറിയ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ. അപ്പോൾ എൻ്റെ ആങ്ങളെ മോളെ കുട്ടി പറഞ്ഞു, ഈ ഫോൺ വെച്ച് ഞാൻ കുറേ ഗ്രൂപ്പുകളുണ്ട് എനിക്ക്. അപ്പോൾ ആ ഗ്രൂപ്പുകളൊക്കെ ഉള്ള കാരണം എനിക്ക് മറ്റുള്ളവരെ ഫോൺ എടുത്തിട്ടാണ് ഗ്രൂപ്പുകളൊക്കെ ചേർത്തിരുന്നത്. മറ്റുള്ള വെച്ചാൽ നാത്തുമാരും ചേച്ചിമാരൊക്കെ ഫോണിലാണ് എൻ്റെ ഗ്രൂപ്പുകളുണ്ടായിരുന്നത്. കുറേ ഭിന്നശേഷി ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളൊക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നാത്തൂൻ്റെ അടുത്ത് താമസിക്കുന്ന നാത്തൂൻ്റെ ഫോൺ എടുക്കുമ്പോൾ അവർക്ക് കൊറോണ വന്നപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന്, അങ്ങോട്ട് എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ എനിക്ക് ആ കൊറോണ പകർന്നുണ്ടാവുമോ എന്നൊരു പേടി എല്ലാവർക്കും വന്നു. എനിക്ക് കൊറോണ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങളുടെ പേരക്കുട്ടി മോൻ പറഞ്ഞു, അമ്മ ഫോൺ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന്. ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് എന്താ ഫോൺ വാങ്ങിച്ച് അമ്മാമ്മയ്ക്ക് അത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഫോൺ വാങ്ങിക്കാം, പക്ഷേ നീ എല്ലാം എനിക്ക് പറഞ്ഞു തരണം, എന്നാലും എനിക്കറിയില്ല, അല്ലാതെ എനിക്കിത് എഴുത്തും വായനയൊക്കെ നമുക്ക് ഇത്തിരി കുറവാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ ടച്ച് ഫോൺ വാങ്ങിച്ചു തന്നു. ടച്ച് ഫോൺ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഒന്നും അറിയില്ല ഈ ടച്ച് ഫോണിനെ കുറിച്ച്. എനിക്കൊരു ലോകവുമില്ല ഈ ടച്ച് ഫോണിനെ കുറിച്ചിട്ട്. ഒരു ലോകമില്ലാതെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം പേരക്കുട്ടി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ബെനറ്റ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ പേരെങ്കിൽ പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോൾ ബെനറ്റ് വന്നു കഴിഞ്ഞാൽ ചോദിക്കും. അതുമാതിരി ഷാരോൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പേരക്കുട്ടി, അവന് വന്നു കഴിഞ്ഞാൽ ചോദിക്കുക, അമ്മാമ്മയ്ക്ക് അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോന്ന് പറഞ്ഞു തരും അവർ. ചിലപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോണിനെ കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നൊരു കാര്യം പഠിച്ചു. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഈ ഫോണിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഫോൺ വെറുതെ കൈ പിടിച്ച് കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫോണുള്ള കാരണം നമുക്ക് ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാൻ പറ്റും ഇല്ലേ. ഇപ്പോൾ 4 ചുമരിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൈസയുടെ സഹായം വേണമെങ്കിൽ അത് കിട്ടും. അതുമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും കാര്യം, എല്ലാ കാര്യവും, ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ഫോണിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയത്, നിങ്ങൾക്കൊക്കെ അറിയാലോ യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വീഡിയോ പിടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും, അതുമാതിരി കുറേ എഡിറ്റിങ്, അത് കുറച്ചും കൂടി എഡിറ്റിങ് പഠിക്കാനുണ്ട്. ഒരുവിധമൊക്കെ ഞാൻ കുറേ പഠിച്ചു. അതിൻ്റെ വീഡിയോ സെറ്റാക്കാനായിട്ട് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഫോണിലൂടെ പഠിച്ചു. അപ്പോൾ ഈ ഫോൺ കൈ പിടിച്ചിട്ട് ഇപ്പോഴും ഒന്നും ചെയ്യാതെ നടക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ. നമ്മളൊന്ന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഒന്ന് മക്കളെ കൊണ്ടോ പേരക്കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് നോക്കുക. അല്ലെങ്കിൽ അതുമാതിരി കുട്ടികളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഫോണ് ആൻറ്റിമാരാ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ പഠിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫോൺ കൊണ്ട് ഒരുപാട് ഉപകാരം എനിക്കുണ്ട്. അത് നമ്മളതിനെ ഒന്ന് പരിചയപ്പെടുത്താതെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഒരു ഫോണില്ലാത്ത ആളുടെ കയ്യിൽ 2 ഫോണുണ്ട് ഇപ്പോൾ. ഒന്ന് ഞാൻ കാണിച്ചത് തന്നെ. ഒന്ന് ഈ ഫോൺ ഞാൻ ഒരുവിധം ഒന്നും കളയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവുന്ന ഫോൺ. ഇത് കൈ പിടിച്ച് നടക്കുന്നത് വെച്ചാൽ ഞാൻ നേരങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് മറ്റേ ഫോൺ കൈ പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അവിടെ ഇവിടെ തട്ടുമുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പണിയൊക്കെ ചെയ്യുന്ന നേരത്തെ അതിൽ വെള്ളം കയറി അല്ലെങ്കിൽ അത് നിരങ്ങുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഫോണാണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ 2 ഫോൺ എനിക്ക് ചാർജ് കയറേണ്ട ഒരു ഇത് വന്നു. എന്താ വെച്ചാൽ ഈ ഫോൺ കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ, ഈ ഫോണും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ എപ്പോഴും കോളുകൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാം. അപ്പോൾ അത് കാരണം എൻ്റെ ടച്ച് ഫോണിന് അധികം കംപ്ലൈൻ്റ് ഇല്ല. എന്ന് വെച്ചാൽ അധികം ഞാൻ കൊണ്ട് നടക്കാത്ത കാരണം താഴ്ത്തി വീഴി അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ ആ 2019 പിഴയടിച്ച ഫോണാണ്. ഇപ്പോഴും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ആഴ്ച മുന്നെയാണ് അതിൻ്റെ സ്വിച്ച് ഒന്ന് മാറ്റിയത്. വേറെ ഒന്നും അതിന് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ അത് നല്ല ഫോണായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫോണിൻ്റെ വിശേഷം അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണ് ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ഫോൺ വാങ്ങിക്കാൻ നോക്കുക. നമ്മൾ വാങ്ങിച്ചാൽ പോരാ, അത് കയ്യിൽ വെച്ചാൽ പോരാ, അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക. പരമാവധി അത് ഉപയോഗിക്കുക. വെറുതെ ഇങ്ങനെ ഇരിച്ചിട്ട് എന്തൊക്കെ കുറേ അമ്മച്ചിമാരുടെ കയ്യിൽ അപ്പച്ചന്മാരുടെ കയ്യിൽ കുറേ ഫോണുണ്ട്. എന്താ ഫോണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. വിളിക്കാനറിയാം, എടുക്കാനറിയാം, ഇത്രേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ലെന്നു. ഇപ്പം ഒന്ന് ഗൂഗിൾ മീറ്റിംഗ് എന്ന് ഏതെല്ലാം ലോകത്തിൽ കിടക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് മീറ്റിംഗ് നടത്താം. ഒരു വിധമുള്ള ദിവസങ്ങളിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വിധ ആഴ്ചകളിൽ നിന്ന് പറയാം. മീറ്റിംഗ് കൊണ്ട് മീറ്റിംഗാണ്. എന്താ വെച്ചാൽ അത് മീറ്റിങ്ങുകൾ നടത്താനൊക്കെ നമുക്ക് ഈ ഫോണുള്ള കാരണം എവിടെയോ കിടക്കുന്ന ആൾക്കാരാ നമ്മുടെ അടുത്തും തൊട്ടൊന്നും കിടക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം, കേട്ട് സംസാരിക്കാം ഒക്കെ പിന്നെ അത്രയും വലിയ ഉപകാരം. അപ്പോൾ ഈ ഫോണിന് കണ്ടുപിടിച്ച ആളെ തന്നെ ഒരിക്കലും മറക്കണില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. ഈ ഫോൺ ഉണ്ടാക്കിയ ആൾക്ക് പ്രത്യേകം നന്ദി പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഈ അതുമാതിരി ഫോൺ കൈ പിടിച്ച് നടക്കുന്നവർ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് കയറാനും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഫോണിനെ കുറിച്ചാണ് ഇന്ന് എനിക്കിത് പറയാൻ ഉണ്ടായത്. എന്താ വെച്ചാൽ ഫോണ് പിന്നെ അത്രയും ഇപ്പോൾ ഈ ഓരോ മെസ്സേജ് എനിക്കിന്നും ലോകത്തിന് കൊടുക്കാൻ ഓരോ മെസ്സേജും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മളൊരു വീഡിയോയിൽ ഒരു മുഖം കാണിക്കാൻ നമ്മൾ എന്തോരം കൊതിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ടി വിക്കാരുടെ അടുത്ത് വന്ന് ചെന്ന് കഴിഞ്ഞ് ഒരു മുഖം ഒന്ന് കാണിക്കണമെന്ന് കൊതിച്ചിരിക്കുന്നാവില്ലേ. ഒരു സിനിമ നടന്മാർക്കൊക്കെ എന്തോ ഒരു സുഖമാണ്. അവരൊക്കെ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ നമ്മളും തിളങ്ങിക്കൊണ്ടിരിക്കുക. അവരെ പോലെ ഇനി നമ്മളിപ്പോൾ ഏതെല്ലാം ലോകത്തിലെ ഇപ്പോൾ യൂട്യൂബിൽ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം ലോകത്തേക്ക് വേണമെങ്കിൽ പോകും. അതുപോലെ തന്നെയാണ് നമ്മളൊരു നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് വഴിക്കോ സ്റ്റാറ്റസ് വഴിക്കോ അങ്ങനെ എവിടേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ലോകത്തും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാധനം തൊട്ടാൽ ഇത്തിരി ഉള്ളൂ, കുഞ്ഞൊരു സംഭവമാണ്. സിനിമ കാണാം, കുർബാന കാണാം, അതുമാതിരി ധ്യാനം കേൾക്കാം, അതുമാതിരി നമുക്ക് എന്തെല്ലാം പാട്ടുകൾ കേൾക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതുമാതിരി ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ പറ്റും. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പാചകം വെക്കണം, അത് യൂട്യൂബിലെടുത്ത് നോക്കിയാൽ അറിയാം. ഇന്ന ഉപ്പിടണം മിളകിടണം എന്നല്ല അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുട്ടികൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അമ്മമാരെ വിളിക്കും. അമ്മേ ഇന്നെങ്ങനെയാണ് ഉപ്പിടണ്ടേ, അമ്മേ ഇന്നെങ്ങനെയാണ് മിളകിടണ്ടേ ചോദിക്കും. ഇന്ന് ചോദിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബാ തുറക്കുക, ഉപ്പെടുത്തു, മിളകെടുത്തു, പഞ്ചസാര എടുത്തു, എന്തൊട്ടൊക്കെ വെച്ചാൽ ചേർക്കേണ്ട. ചിലപ്പോൾ പായസം വയ്ക്കുക. അപ്പോൾ അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളത് എടുക്കണു, വയ്ക്കണു, മേശപ്പുറത്ത് വരുന്നു. അത് പറ്റിങ്ങന്നൊന്ന് യൂട്യൂബിലൊന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ പരസ്യമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ എന്തായാലും നല്ലൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഫോണില്ലാത്തവർ എല്ലാവരും ഫോൺ വാങ്ങിക്കുക. അതുമാതിരി ഫോണിന് പാകമില്ലാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഫോൺ വാങ്ങിക്കാമെന്ന് പറഞ്ഞ പോരാ. ഏകദേശം ഒരു 10,000 ഉറുപ്പ്യ കയ്യിലുണ്ടെങ്കിലാണ് ഈ ഫോൺ നമുക്ക് ഒരു തരക്കേടില്ലാതെ കിട്ടുള്ളൂ. അപ്പോൾ ഫോണില്ലാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ ഒന്ന് പൈസ ഇല്ലാത്തവർക്ക് ഒന്നൊരു ഫോണൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലാണ് ഇത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ.